ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. 2025 മാർച്ച് 25-ന് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അതെ, 0 സബ്സ്ക്രൈബേഴ്സിൽ ആദ്യത്തെ വീഡിയോ. അങ്ങനെ ടോട്ടൽ 4 വീഡിയോസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ കൃത്യം 3 ആഴ്ചയ്ക്കുള്ളിൽ യൂട്യൂബ് ചാനൽ മോണിറ്റൈസുമായി. സോ ഈ വീഡിയോയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് ആരും നിങ്ങളുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ പോലും കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം. 2. ഹൗ ടു റിമൂവ് ദി ഫിയർ ഓഫ് സ്റ്റാർട്ടിംഗ് കോണ്ടന്റ് ക്രിയേഷൻ. 3. ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ലേറ്റ് ആണോ? 4. നിങ്ങൾ ഏത് നീഷാണ് ചൂസ് ചെയ്യേണ്ടത്? 5. എങ്ങനെയാണ് ആക്ച്വലി ക്രിയേറ്റേഴ്സ് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നത്? അവസാനമായിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് 90-ഡേ കോണ്ടന്റ് ക്രിയേഷൻ പ്ലാനും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇവിടെയാണ് ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ട് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം? നിങ്ങൾ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി നാളെ ഒരു ഇന്റർനെറ്റ് സെലിബ്രിറ്റി ആവണമെന്നോ അല്ലെങ്കിൽ മിസ്റ്റർ ബീസിനെ പോലെ വൈറലാവണോ എന്നല്ല. പക്ഷേ ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു ഹൈ വാല്യൂ സ്കില്ലാണ്. ഇതിലൂടെ തന്നെ നിങ്ങൾ ടോക്കിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ കഴിയും, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ കഴിയും. അതിലുപരി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നിങ്ങളുടെ ഫിനാൻസ് പോലും ഇതിലൂടെ ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു അസിമെട്രിക്കൽ റിട്ടേൺ സ്കില്ലാണ്. അതായത് ഡൗൺ സൈഡ് വളരെ കുറവായിരിക്കും, പക്ഷേ അപ് സൈഡ് ക്യാൻ ബി ലൈഫ് ചേഞ്ചിങ്. എക്സാമ്പിൾ, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണും നെറ്റും ഉണ്ടെന്ന് എനിക്കറിയാം. അതെ, ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ആർക്കും കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ആകെപ്പാടെ നിങ്ങളുടെ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നാളെ ഇതിൽ നിങ്ങൾ വിന്നായാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇൻഫിനിറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. അല്ല, നിങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെടുന്നത് കുറച്ച് ടൈം മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ടൈം ഇമ്പോർട്ടൻ്റ് അല്ലേ എന്നാണ്. പക്ഷേ ഈ ടൈമിൽ നിങ്ങൾ കൂടിപ്പോയാൽ എന്തായിരിക്കും ചെയ്യുക? കുറച്ച് ഷോർട്സോ റീൽസോ കൂടുതൽ കാണും. അതായത് നിങ്ങൾ വേസ്റ്റ് ആക്കുന്ന സമയത്ത് ഉപയോഗമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തൂടെ? എന്തുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ ആളുകൾ കോണ്ടന്റ് ക്രിയേഷൻ അവർക്ക് പറ്റിയ പണിയല്ല എന്ന് ചിന്തിക്കുന്നത്? സത്യത്തിൽ അത് മടിയായതുകൊണ്ടല്ല, പക്ഷേ പേടി കൊണ്ടാണ്. നമ്മൾ ഹ്യൂമൻസ് സോഷ്യൽ ക്രീച്ചേഴ്സ് ആണ്. ബാക്കിയുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് നമ്മൾ ആദ്യമേ വിചാരിക്കുന്നു. ഞാൻ നാളെ വീഡിയോ ചെയ്ത് തുടങ്ങിയാൽ എന്റെ കൂട്ടുകാർ എന്ത് ചിന്തിക്കും, എന്റെ വീട്ടുകാർ, എന്റെ നാട്ടുകാർ, എക്സെട്ര എക്സെട്ര, ഇങ്ങനെ ഓരോന്നും ചിന്തിച്ച് നിങ്ങൾ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യില്ല. പക്ഷേ 2026 നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഫേസ് കാണിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയും. ഞാൻ പോലും ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഫേസ് കാണിച്ചിട്ടില്ലായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡിയാൽ മാത്രമേ വീഡിയോസ് പബ്ലിഷ് ചെയ്യൂ എന്നിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ കോണ്ടന്റ് ഓഡിയൻസിന് വേണ്ടിയുള്ളതല്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ഇന്ന് കാണുന്ന ആരും തന്നെ പെർഫെക്റ്റ് ആയിരുന്നില്ല. ദേ ബിക്കം പ്രോ ബൈ പബ്ലിഷിംഗ് വീഡിയോസ് ഡെയിലി. ഇന്ന് നിങ്ങളുടെ ഐഡിയാസ് ആളുകളിലേക്ക് എത്തിക്കാൻ TV, റേഡിയോ, ആഡ്സ് ഒന്നിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഐഡിയാസ് അപ്ലോഡ് ചെയ്യുക, വ്യൂവറിന്റെ അടുത്ത് എത്തിക്കുക. എക്സാമ്പിൾ, നിങ്ങളൊരു ചോക്ലേറ്റ് ബ്രാൻഡ് നാളെ തുടങ്ങിയെങ്കിൽ അതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലക്ഷങ്ങൾ കൊടുത്ത് ആഡ്സ് റൺ ചെയ്യേണ്ടി വരും. റോഡ് സൈഡിലും മാളുകളിലും നിങ്ങളുടെ ബാനർ വയ്ക്കേണ്ടി വരും. കോടികൾ കൊടുത്ത് സെലിബ്രിറ്റീസിനെ ബ്രാൻഡ് അംബാസിഡർ ആക്കേണ്ടി വരും. പക്ഷേ ഈ കോണ്ടന്റ് ക്രിയേഷൻ ഉണ്ടെങ്കിൽ ഇതിൽ ഒന്നും തന്നെ വേണ്ട. എക്സാമ്പിൾ, മിസ്റ്റർ ബീസ്റ്റിന്റെ ഫീസ്റ്റിബിൾ എന്ന ചോക്ലേറ്റ് ബ്രാൻഡ് തന്നെ നോക്കൂ. അതിന് ആഡ്സ് ഇല്ല, ബ്രാൻഡ് അംബാസിഡർ ഇല്ല. മിസ്റ്റർ ബീസ്റ്റ് തന്റെ വീഡിയോസിലൂടെയാണ് അതിനെ മുഴുവനായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് സാധാരണക്കാരായ എനിക്കും നിങ്ങൾക്ക് പോലും കോണ്ടന്റ് ക്രിയേഷനിൽ നിന്ന് അൺപ്രഡിക്റ്റബിൾ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയുന്നത്. പക്ഷേ 2026 കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് ടു ലേറ്റ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ചെക്ക് ദി റിയാലിറ്റി. ആക്ച്വലി 2026 ഈസ് ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ. കാരണം ക്രിയേറ്റർ എക്കണോമി ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ആകുന്നുണ്ട്. ഗവൺമെന്റ് പോലും ഈ മേഖലയിൽ കോടികളാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2030 ഈ ക്രിയേറ്റർ എക്കണോമി 1 ട്രില്യൺ ഗ്രോത്ത് ആകുമെന്നാണ് കണക്കുകൾ. അതായത് ഇതിൽ വരാനിരിക്കുന്നത് കൂടുതൽ ഗ്രോത്തും ഓപ്പർച്യൂണിറ്റീസുമാണ്. പക്ഷേ പലർക്കുമുള്ള ഡൗട്ടാണ്, ഏത് നീഷാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്? ഈ ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് തന്നെ മണിക്കൂറുകളും ദിവസങ്ങളും വേസ്റ്റാക്കി കളയുന്നവരുണ്ട്. ഇതിൽ പെടുന്ന ഒരാളായിരുന്നു ഞാനും. എനിക്കറിയത്തില്ല എത്ര ദിവസങ്ങളായിരുന്നു ഞാൻ നീഷിന്റെ പേരിൽ വേസ്റ്റാക്കി കളഞ്ഞതെന്ന്. നമുക്ക് എല്ലാവർക്കും പേടിയാണ് റോങ് നീഷ് ചൂസ് ചെയ്താൽ പൊട്ടുമോ എന്ന്. നിങ്ങൾക്കൊരു നീഷിൽ 100-ൽ കൂടുതൽ വീഡിയോസ് ബോറടിക്കാതെ സംസാരിക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് ബെസ്റ്റ് നീഷ്. ഇല്ലെങ്കിൽ നീഷ് കണ്ടെത്താൻ AI-യുടെ സഹായം തേടാം. പക്ഷെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് രീതിയിൽ നീഷ് കണ്ടെത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു 4 പേജ് PDF ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ പലതരം നീഷ് ഫ്രെയിംവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഈ വാട്സാപ്പ് നമ്പറിൽ നീഷ് ഗൈഡ് എന്ന് മെസ്സേജ് ചെയ്താൽ നമ്മൾ ഡയറക്ട്ലി അയച്ചു തരുന്നതായിരിക്കും. പക്ഷേ ഇനിയാണ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഭാഗം. എങ്ങനെയാണ് ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പൈസ ഉണ്ടാക്കുന്നത്?
മെയിൻലി 7 ഇൻകം സ്ട്രീമിലൂടെയാണ്. ഫസ്റ്റ്, എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ യൂട്യൂബ് ആഡ് റവന്യൂ. ഇവിടെ യൂട്യൂബ് ഓരോ 1000 വ്യൂസിനായിരിക്കും നിങ്ങൾക്ക് പേ ചെയ്യുക. പക്ഷേ ഇതിന് എലിജിബിൾ ആവണമെങ്കിൽ ചാനൽ മോണിറ്റൈസ് ആവണം. അതിന് ഈ യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. 2, ബ്രാൻഡ് സ്പോൺസർഷിപ്പ്. ഇതിലൂടെയാണ് മോസ്റ്റ് ക്രിയേറ്റേഴ്സും ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്നത്. 3, അഫിലിയേറ്റ് ഇൻകം. നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ ലിങ്കിലൂടെ ഒരാൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ 5 മുതൽ 30% വരെ പ്രൊഡക്റ്റ് കമ്മീഷനായിട്ട് കിട്ടും. നിങ്ങൾ ഷോർട്സ് ഒക്കെ കാണുമ്പോൾ മുകളിൽ ഓരോ പ്രോഡക്ട്സ് ഒക്കെ ടാഗ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇതും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തന്നെയാണ്. 4, സെല്ലിംഗ് ഡിജിറ്റൽ പ്രൊഡക്ട്സ്. എക്സാമ്പിൾ, ഇ ബുക്ക്, എഡ്യൂക്കേഷണൽ നോട്ട്സ്, PDFs, ലെറ്റ്സ്, വീഡിയോ എഡിറ്റിംഗ് പാക്സ്, ടെംപ്ലേറ്റ്സ്. ഇങ്ങനെ ഒരു ചെറിയ എമൗണ്ടിന് നിങ്ങളുടെ ഓഡിയൻസിന് ഇതുപോലത്തെ ഡിജിറ്റൽ പ്രൊഡക്ട്സ് സെൽ ചെയ്യാൻ കഴിയും. എക്സാമ്പിൾ, നിങ്ങൾ ഈ വീഡിയോ എഡിറ്റിംഗ് പഠിപ്പിക്കുന്ന ചാനലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അവർ എഡിറ്റിംഗ് പ്രീസെറ്റ്സ്, ലെറ്റ്സ് ഒക്കെ സെല്ല് ചെയ്യുന്നത്. 5, കോഴ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇഫ് യു ഹാവ് എനി സ്കിൽ, ഡോണ്ട് ഡു ഇറ്റ് ഫോർ ഫ്രീ. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ മോണിറ്റൈസ് ചെയ്യാം. എക്സാമ്പിൾ, നിങ്ങളൊരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ കോഴ്സ് ഉണ്ടാക്കി ഓഡിയൻസിന് കൊടുക്കാം. 6, മെമ്പർഷിപ്പ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ഇവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പെയ്ഡ് കമ്മ്യൂണിറ്റീസ് ബിൽഡ് ചെയ്യാം. എന്നിട്ട് അവിടെ ഒരു മന്ത്ലി ഫീയും സെറ്റ് ചെയ്യാം. സോ അതിലൂടെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഓഡിയൻസിന് എക്സ്ട്രാ വാല്യൂ അല്ലെങ്കിൽ പ്രീമിയം കോണ്ടന്റ്സ് കൊടുക്കാം. 7, മെർച്ചൻഡൈസ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫാൻ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് ലോഗോവും ഫേസ് ഒക്കെ വെച്ചിട്ട് ടീഷർട്സും ഹുഡീസും നിങ്ങൾക്ക് മെർച്ചൻഡൈസ് ആയിട്ട് സെല് ചെയ്യാൻ കഴിയും. പറയാൻ തുടങ്ങിയാൽ ഇനിയും ഒരുപാട് ഇൻകം സ്ട്രീംസ് ഉണ്ട്. അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഇത്ര നേരം നമ്മൾ തിയറി ആയിരുന്നു സംസാരിച്ചത്. ഇനി പ്രാക്ടിക്കലി ഇറങ്ങി ചെയ്യേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരു 90 ഡേ കോണ്ടന്റ് ക്രിയേഷൻ പ്ലാന് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതിനു മുമ്പായിട്ട് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നത് എന്നെ പോലെ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഗ്രോ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്തവരെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള കോണ്ടന്റ്സ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി തരാം, ഇവിടെ ചിലവാക്കുന്ന സമയം നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആയി പോകത്തില്ല. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, ഉറപ്പായും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ 90 ഡേ പ്ലാനിന്റെ ആദ്യ മാസം ചെയ്യേണ്ടത് പിക്ക് ആൻഡ് സ്റ്റാർട്ട്. ഇവിടെ ഓവർ തിങ്ക് ചെയ്തിട്ട് കാര്യമില്ല. ഒരു നീഷ് സെലക്ട് ചെയ്യുക, വീഡിയോ ഐഡിയാസ് കണ്ടുപിടിക്കുക, പെട്ടെന്ന് തന്നെ വീഡിയോസ് ചെയ്യുക. ഇവിടെ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. ഞാൻ ലോങ് ഫോം വീഡിയോസ് ആണെങ്കിൽ 4 വീഡിയോസും, ഷോർട്സ് ആണെങ്കിൽ 15 തൊട്ട് 20 ഷോർട്സും ഈ 30 ദിവസത്തിനുള്ളിൽ ചെയ്യുമെന്ന്. ഇത് മാക്സിമം ബ്രേക്ക് ചെയ്യാതെ കംപ്ലീറ്റ് ആക്കുക. ഇനി മന്ത് 2 ആണ്, ലേൺ ഫ്രം റിയാലിറ്റി. ഇവിടെയും നിങ്ങൾ കഴിഞ്ഞ മാസത്തെ പോലെ സെയിം ക്വാണ്ടിറ്റിയിൽ കോണ്ടന്റ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കഴിഞ്ഞ മാസത്തെ വീഡിയോയുടെ പെർഫോമൻസ് ഡേറ്റ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഡേറ്റാസ് വെച്ചുകൊണ്ട് നിങ്ങളുടെ വീഡിയോസിന്റെ പെർഫോമൻസിനെ വാലിഡേറ്റ് ചെയ്യുക. അതിലൂടെ ഏതൊക്കെ വീഡിയോസ് വർക്ക് ആയിട്ടുണ്ട്, വർക്ക് ആയില്ല എന്ന് നോക്കുക. ഏതെങ്കിലും വർക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ഡബിൾ ഡൗൺ ചെയ്യുക. അതായത് അതുപോലത്തെ സിമിലർ വീഡിയോസ് ഉണ്ടാക്കാം. എക്സാമ്പിൾ, എൻ്റെ ചാനലിലെ ആദ്യത്തെ അത്യാവശ്യം വ്യൂസ് കിട്ടിയ വീഡിയോസ് ആയിരുന്നു ഇത്. അതിനുശേഷം ഞാൻ ഡബിൾ ഡൗൺ ചെയ്ത് ഈ സെയിം ഫോർമാറ്റിൽ വരുന്ന ഒരുപാട് വീഡിയോസ് ചെയ്തു. ഇനിയാണ് മന്ത് 3, എക്സ്പെരിമെന്റ്. നിങ്ങൾ ലാബിലൊക്കെ ഈ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ? അവർ പല കോമ്പിനേഷനിലുള്ള സൊല്യൂഷൻസ് മിക്സ് ചെയ്ത് നോക്കി ഒരുപാട് തവണ ഫെയിൽ ആയ ശേഷമാണ് കറക്റ്റ് സൊല്യൂഷനിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെയാണ് കോണ്ടന്റും. ഇവിടെ നിങ്ങളൊരു എക്സ്പെരിമെന്റ് സ്റ്റേജ് ആണ്. പുതിയ ഐഡിയാസ്, പുതിയ തംബ്നെയിൽസ്, പുതിയ ഇൻട്രോ സ്റ്റൈല്, ഇങ്ങനെ ഓരോന്നായിട്ട് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് വർക്കായാൽ തന്നെ അതിനെ ഡബിൾ ഡൗൺ ചെയ്ത് അതുപോലത്തെ സിമിലർ വീഡിയോസ് ഉണ്ടാക്കുക. സോ ഇതാണ് നമ്മുടെ 90 ഡേ പ്ലാൻ. കൺസിസ്റ്റൻസിയും പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ആർക്കും സോഷ്യൽ മീഡിയയിൽ ഗ്രോ ചെയ്യാൻ കഴിയും. സോ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, നമ്മുടെ അഡ്വാൻസ്ഡ് നീഷ് ഫൈൻഡിങ് ഫ്രെയിംവർക്ക് വേണമെങ്കിൽ വാട്സാപ്പിൽ നീഷ് കിടന്ന് DM ചെയ്യുക. നമ്മൾ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. സോ ടാറ്റാ, ബൈ ബൈ.